ഒറ്റയ്ക്ക് ജീവിതം തള്ളി നീക്കുന്ന ഒറ്റയ്ക്കിരിക്കുന്ന സ്ത്രീയും പുരുഷന്മാരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊരു ഫോണുണ്ടോ? ഫോണുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ചെറിയ വീഡിയോ ആക്കിയിട്ട് അത് നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സമൂഹമായിട്ടൊരു കോൺടാക്റ്റ് ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റക്കല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ സമൂഹമായിട്ട് നമുക്കൊരു കണക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരുപാട് സമയം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ടോ അല്ലെങ്കിൽ തനിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് ഭാര്യയുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഫോൺ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഫോണില്ലാത്ത ആരാണ്? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ജോലികൾ അല്ലെങ്കിൽ നിങ്ങൾ പാത്രം കഴുകുമ്പോഴോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പിന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വാതിക്കൽ ചെടി നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ആ കാര്യങ്ങളൊക്കെ ഒന്ന് പിന്നെ ജസ്റ്റ് വീഡിയോ ആക്കിയിട്ട് ഒരു പിന്നെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പല്ല സോറി മറ്റേ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അതിലോട്ടൊക്കെ നിങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കുള്ള ഒരു സുഖം എന്ന് പറയുന്നത് അറിയാം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആളുകൾ എത്ര പേര് കാണുന്നു, അവർ കമൻ്റ് അയക്കുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊരു സുഖവും സന്തോഷവും പിന്നെ ഒരു പ്രചോദനമാണ്. അപ്പോൾ ഇതൊരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒന്നും വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം, അതായത് നമ്മൾക്ക് ഒരു തുടക്കം എന്നുള്ള നിലയിൽ നമുക്കൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും ചെയ്യാനൊക്കെ. പക്ഷേ അത് ഒരു 3-4 വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്കത് മാറും. ആളുകൾ കാണാൻ തുടങ്ങും, ലൈക്ക് തരാൻ തുടങ്ങും, കമൻറ്റ് തരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഒറ്റക്കായി എന്നുള്ളൊരു തോന്നൽ വരത്തില്ല. മാത്രമല്ല നിങ്ങൾക്ക് ഒരു പ്രചോദനം പിന്നെ 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 നിങ്ങൾക്ക് അതിനോട് ഭയങ്കര ഒരു താല്പര്യമായി. അപ്പോൾ ചെയ്ത് നോക്ക്. കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വീട്ടിലൊരുപാട് ഇപ്പം ജോലിക്ക് പോകുന്നവർക്കല്ല, ജോലിക്ക് പോകാതെ വീട്ടിൽ ഇരിക്കുന്നവർ അവർക്ക് വീട്ടിലെ ജോലികൾ ഒരുപാട് ഭാരിച്ച ജോലികളുണ്ടാവും. അപ്പോൾ ആ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറച്ച് സമയം റിലാക്സ് ചെയ്യാൻ കിട്ടുമെങ്കിൽ ആ സമയം കുറച്ച് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ യൂട്യൂബിലോ ഈ പറയുന്ന പോലെ ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് സമൂഹമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. കുറച്ച് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്കത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. മനസ്സിലായി? നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലൂടെ പറയാം. അപ്പോൾ നല്ല രസമാണ്. ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ആരും തനിച്ചിരുന്ന് ഒറ്റക്കായി പോയെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ തനിച്ചിരുന്ന് ബോറടിക്കുക ചെയ്യേണ്ട കാര്യമില്ല. ഈ ഫോൺ കൊണ്ട് നമുക്ക് ഒരുപാട് നല്ല ഉപകാരങ്ങളുണ്ട്. നമ്മൾക്ക് ഈ പറയുന്നത് പോലെ ആരെങ്കിലും വിളിക്കാനോ സംസാരിക്കാനോ മാത്രമല്ല, ഈ ഫോൺ എന്ന് പറയുന്ന സാധനം കൊണ്ട് നമുക്ക് നല്ലതും ദോഷവുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ദോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് സന്തോഷം തന്നെയാണ്. അപ്പോൾ അവൻ ശ്രമിച്ചു നോക്കേ.